നമസ്കാരം. ട്രിപ്പിൾ പി ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. EPFO പെൻഷൻ വാങ്ങുന്നവർ ഈ വാർത്ത ശ്രദ്ധിക്കണം. ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ സാധാരണയായി മാസാവസാനത്തോടെയാണ് അക്കൗണ്ടിലെത്താറുള്ളത്. എന്നാൽ ഇത്തവണ ഓണം കണക്കിലെടുത്ത് കേരളം ഉൾപ്പെടുന്ന കേരളത്തിലെ സോണിലെ 4,40,901 പെൻഷൻകാരുടെ ഓഗസ്റ്റ് 2026 പെൻഷൻ നേരത്തെ തന്നെ ക്രെഡിറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ഓഗസ്റ്റ് 26 തന്നെ പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചിട്ടുണ്ട്. നിങ്ങൾ EPFO പെൻഷൻ വാങ്ങുന്ന ആളാണെങ്കിൽ അക്കൗണ്ട് ഒന്ന് പരിശോധിച്ചു നോക്കൂ. എന്തുകൊണ്ടാണ് ഇത്തവണ പെൻഷൻ നേരത്തെ നൽകിയത്? ആർക്കൊക്കെയാണ് ഈ പേയ്മെൻറ്റ് ലഭിക്കുക? പണം അക്കൗണ്ടിലെത്തിയില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇതെല്ലാം ഈ വീഡിയോയിൽ വിശദമായി നോക്കാം. എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ അഥവാ EPFO 2026 ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ കേരള സോണിന് കീഴിലുള്ള 4,40,901 പെൻഷൻകാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഓഗസ്റ്റ് 26 തന്നെ ക്രെഡിറ്റ് ചെയ്തു. ഓണം ആഘോഷിക്കുന്നതിന് മുന്നോടിയായാണ് ഈ പ്രത്യേകത നേരത്തെയുള്ള പെൻഷൻ വിതരണം നടത്തിയത്. സാധാരണയായി എംപ്ലോയീസ് പെൻഷൻ സ്കീം 1995 അഥവാ EPS 95 പ്രകാരമുള്ള മാസ പെൻഷൻ മാസാവസാനത്തോടെയാണ് വിതരണം ചെയ്യുന്നത്. എന്നാൽ ഓണം അടുത്തെത്തിയ സാഹചര്യത്തിൽ പെൻഷൻകാരുടെ അവരുടെ കുടുംബങ്ങളുടെയും സാമ്പത്തിക ആവശ്യങ്ങൾ കണക്കിലെടുത്താണ് ഇത്തവണ നേരത്തെ തുക നൽകാൻ EPFO പ്രത്യേക ക്രമീകരണം നടത്തിയത്. ഇതാണ് ഈ വാർത്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എത്ര പേർക്ക് ആനുകൂല്യം ലഭിച്ചു? 4,40,901 പെൻഷൻകാരുടെ അക്കൗണ്ടുകളിലേക്കാണ് ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ നേരത്തെ ക്രെഡിറ്റ് ചെയ്തത്. അതായത് ഏകദേശം 4.4 ലക്ഷം പെൻഷൻകാർക്ക് ഇത്തവണ ഓണം മുന്നോടിയായി പെൻഷൻ ലഭിക്കാനുള്ള അവസരമാണ് ഉണ്ടായത്. ഓണം പോലുള്ള പ്രധാന ആഘോഷത്തിന് മുൻപ് പെൻഷൻ ലഭിക്കുന്നത് പല കുടുംബങ്ങൾക്കും വലിയ സഹായമാണ്. ഓണക്കാലത്ത് ഭക്ഷണം, വസ്ത്രം, യാത്ര, വീട്ടാവശ്യങ്ങൾ തുടങ്ങിയ അധിക ചെലവുകൾ ഉണ്ടാകാറുണ്ട്. അതിനാൽ സാധാരണ ലഭിക്കുന്ന തീയതിയേക്കാൾ മുൻപ് പെൻഷൻ ലഭിക്കുന്നത് പെൻഷൻകാരെ സംബന്ധിച്ച് ഏറെ പ്രയോജനകരമാണ്. എന്തുകൊണ്ടാണ് നേരത്തെ പെൻഷൻ നൽകിയത്? ഇവിടെ പ്രധാന കാരണം ഓണം തന്നെയാണ്. കേരളത്തിലെ പ്രധാന ആഘോഷമായ ഓണം അടുത്തെത്തിയ സാഹചര്യത്തിലാണ് EPFO ഇത്തവണ പ്രത്യേക ക്രമീകരണം നടത്തിയത്. പെൻഷൻ മാസാവസാനം വരെ കാത്തിരിക്കേണ്ട സാഹചര്യം ഒഴിവാക്കി ഓഗസ്റ്റ് 26 തന്നെ പെൻഷൻ വിതരണം ചെയ്യുകയായിരുന്നു. ഇതിലൂടെ പെൻഷൻകാരനും കുടുംബത്തിനും ഓണച്ചെലവുകൾ നേരത്തെ തന്നെ ക്രമീകരിക്കാൻ സാധിക്കും. കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിൻ്റെ ഔദ്യോഗിക അറിയിപ്പിലും ഓണം ആഘോഷങ്ങൾ മുന്നിൽ കണ്ട് പെൻഷൻ നേരത്തെ വിതരണം ചെയ്തതായി വ്യക്തമാക്കുന്നുണ്ട്. പണം എങ്ങനെയാണ് അക്കൗണ്ടിലെത്തിയത്? ഇത്തവണത്തെ പെൻഷൻ വിതരണം സെൻട്രലൈസ്ഡ് പെൻഷൻ പേയ്മെൻറ്റ് സിസ്റ്റം അതായത് CPPS വഴിയാണ് നടത്തിയത്. CPPS എന്നത് പെൻഷൻ തുക നേരിട്ട് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ്. അതുകൊണ്ട് പെൻഷൻകാരുടെ ബാങ്ക് അക്കൗണ്ടിൽ നേരിട്ട് തുക ക്രെഡിറ്റ് ചെയ്യുന്നത്. EPFOയുടെ അറിയിപ്പ് പ്രകാരം ഈ സംവിധാനത്തിലൂടെയാണ് ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ 4,40,901 പെൻഷൻകാരുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചത്. അക്കൗണ്ടിൽ പണം എത്തിയിട്ടില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഓഗസ്റ്റ് 26 പെൻഷൻ ക്രെഡിറ്റ് ചെയ്തതായി EPFO അറിയിച്ചിട്ടുണ്ടെങ്കിലും എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിൽ ഒരേ സമയത്ത് തുക പ്രത്യക്ഷപ്പെടണമെന്നില്ല. ബാങ്കിൻ്റെ പ്രോസസ്സിംഗ് സമയമനുസരിച്ച് അക്കൗണ്ടിൽ തുക കാണിക്കുന്ന സമയത്തിൽ വ്യത്യാസമുണ്ടാകാം. അതുകൊണ്ട് ആദ്യം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് SMS ബാങ്കിംഗ് ആപ്പ് അല്ലെങ്കിൽ പാസ്ബുക്ക് പരിശോധിക്കുക. തുക കാണുന്നില്ലെങ്കിൽ EPFOയുടെ പെൻഷൻ പേയ്മെൻറ്റ് എൻക്വയറി സംവിധാനത്തിലൂടെ നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിക്കാനും സാധിക്കും. EPFOയുടെ ഔദ്യോഗിക പെൻഷനേഴ്സ് പോർട്ടലിൽ പെൻഷൻ സ്റ്റാറ്റസ്, പേയ്മെൻറ്റ് എൻക്വയറി തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ്. ഇത് എല്ലാവർക്കും ലഭിച്ചോ? ഇവിടെ ഒരു പ്രധാന വ്യത്യാസം മനസ്സിലാക്കണം. ഈ അറിയിപ്പ് EPFOയുടെ EPS 95 പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചുള്ളതാണ്. അതുകൊണ്ട് കേരളത്തിലെ എല്ലാ തരത്തിലുള്ള പെൻഷൻ വാങ്ങുന്നവർക്കും ഇതേ വാർത്ത ബാധകമാണെന്ന് കരുതരുത്. EPFO പെൻഷൻ അഥവാ EPS പെൻഷൻ വാങ്ങുന്നവരാണ് ഈ അപ്ഡേറ്റുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. കേരള സർക്കാരിൻ്റെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ, ക്ഷേമ പെൻഷൻ, മറ്റ് സംസ്ഥാന പെൻഷനുകൾ എന്നിവയ്ക്ക് ഈ അറിയിപ്പ് ബാധകമല്ല. ഇനി എന്താണ് ചെയ്യേണ്ടത്? EPFO പെൻഷൻ ലഭിക്കുന്നവർക്ക് ആദ്യം ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കുക. ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ ക്രെഡിറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. SMS വന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കാം. തുക ലഭിച്ചിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ പേടിക്കേണ്ടതില്ല. ബാങ്ക് പ്രോസസ്സിംഗ് പരിശോധിച്ചതിന് ശേഷം EPFOയുടെ പെൻഷൻ സ്റ്റാറ്റസ് ഓർ പേയ്മെൻറ്റ് എൻക്വയറി സംവിധാനവും പരിശോധിക്കാം. ആവശ്യമെങ്കിൽ EPFOയുടെ ഔദ്യോഗിക ഹെൽപ്പ് ലൈനായ 14470 വഴിയും സഹായം തേടാം. അപ്പോൾ EPFO പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഇതാണ്. ഓഗസ്റ്റ് 2026 EPFO പെൻഷൻ കേരളം ഉൾപ്പെടുന്ന കേരളം സോണിലെ
4,40,901 പെൻഷൻകാരുടെ അക്കൗണ്ടുകളിലേക്ക് ഓഗസ്റ്റ് 26 തന്നെ ക്രെഡിറ്റ് ചെയ്തു. സാധാരണ മാസാവസാനത്തോടെയാണ് പെൻഷൻ നൽകുന്നത്. എന്നാൽ ഓണം കണക്കിലെടുത്താണ് ഇത്തവണ നേരത്തെ പെൻഷൻ വിതരണം ചെയ്തത്. നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ വിവരം ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തരം പെൻഷൻ, EPFO, സർക്കാർ ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് പുതിയ അപ്ഡേറ്റുകൾ അറിയാൻ PPP വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. എല്ലാ പെൻഷൻകാർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. PPP വാർത്താ ചാനൽ പുതിയ അപ്ഡേറ്റുകൾ ആദ്യം അറിയാം. നന്ദി, നമസ്കാരം.